നമുക്കറിയാം, നല്ല അധ്യാപകനാണെങ്കിൽ ആ ക്ലാസ്സിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല അച്ചടക്കം ഉണ്ടാവും, നല്ല റിസൾട്ടും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നന്നായി ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. കാരണം അദ്ദേഹം ക്ലാസ്സിൽ ചാർജ് എടുത്തേ പിന്നെ ബെസ്റ്റ് റിസൾട്ടാണ്. പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണായി കിടന്നിരുന്ന ഒരു ക്ലാസ് മുറിയെയാണ് അദ്ദേഹം രക്ഷപ്പെടുത്തിയെടുത്ത് ആ കേരളത്തിൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കി കാണിച്ചത്. പക്ഷേ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് രംഗമുണ്ട് കേട്ടോ. അതും കൂടെ കണ്ടിട്ടേ ഈ വീഡിയോ നിങ്ങൾ നിർത്താവുള്ളൂ കേട്ടോ. ആദ്യം നമുക്ക് ഈ അധ്യാപകൻ്റെ ക്ലാസ് ഒന്ന് കേട്ടു നോക്കാം. പരസ്യമായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്, ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ മുന്നിൽ കയറി ഓടുന്നൊരു സ്വഭാവമുണ്ട്. പ്രൈവറ്റ് ബസ്സുകാർ വളരെ പുതിയ വണ്ടികളായിരിക്കും, അവർ മത്സരിച്ച് ഓടാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഡ്രൈവർമാർ അതിന് മത്സരിച്ച് ഓടാൻ തയ്യാറല്ല. മത്സരിച്ച് ഓടിയാൽ അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു പോളിസി, ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഒരു തീരുമാനം എടുത്തു, ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ തലയ്ക്കൽ ഓടുന്ന പരിപാടി നമുക്ക് നിർത്താം. അവരൊരു ബിസിനസ്സാണ്, അവർ ടാക്സ് അടയ്ക്കുന്നവരാണ്, അവർ നടത്തട്ടെ. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരും താമസിക്കുന്ന മലയോര മേഖലകളടക്കം പുതിയ ബസ് വാങ്ങിക്കൊണ്ട് ചെറിയ ബസ് വാങ്ങി നമ്മൾ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കളക്ഷൻ വർദ്ധിച്ചു. ഈ കളക്ഷൻ വർദ്ധിച്ചതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ അനാവശ്യമായ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷന് പോകണ്ട എന്നുള്ള തീരുമാനമാണ്. അവരും പൈസ ഉണ്ടാക്കുന്നു, അവർ ടാക്സ് അടയ്ക്കുന്നു, അവർ ജീവിക്കുന്നു, നമ്മളൊരു സൈഡിൽ കൂടെ മുന്നേറുന്നു. നമുക്ക് അതിൻ്റെ നാഷണലൈസ് ചെയ്ത റൂട്ടുകളുണ്ട്. ഒരു പ്രൈവറ്റ് ബസ്സോ ഒരു KSRTC ബസ്സോ ഒന്നും പോകാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന റൂട്ടുകളിലേക്ക് നമ്മൾ ഷിഫ്റ്റായി. അങ്ങോട്ട് ഷിഫ്റ്റായപ്പോൾ നമുക്ക് ലോക്കൽ ബസ്സുകളിൽ നല്ല കളക്ഷൻ വരെയാണ്. അപ്പോൾ ഗണേശൻ എന്ന അധ്യാപകനാണ് ഇപ്പോൾ ക്ലാസ് എടുത്തത്. സ്വകാര്യ ബസ്സുകളുമായിട്ട് ഒരു മത്സരത്തിന് KSRTC പോകേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം തൊട്ട് മുന്നിൽ പോകുന്ന പ്രൈവറ്റ് ബസ്സിനെ മത്സരിച്ച് ഓടിച്ച് പിടിച്ച് അതിൻ്റെ മുന്നിൽ പോയി ആളെ കയറ്റി കുറേ കാശുണ്ടാക്കിയിട്ടൊന്നും ഈ KSRTCയെ നിങ്ങൾ രക്ഷപ്പെടുത്തേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത്. നമുക്ക് ആളില്ലാത്തത്, പ്രൈവറ്റ് സ്വകാര്യ ബസ്സുകളൊന്നും പോകാത്ത മലയോരത്ത് അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളൊക്കെ താമസിക്കുന്ന വഴി കൂടെയൊക്കെ പോയി ഒരു സൈഡിൽ കൂടെ ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് കാശുണ്ടാക്കി വിജയിപ്പിക്കാം എന്നാണ് നമ്മുടെ അധ്യാപകൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമ്മൾ മുഖവിലയ്ക്ക് എടുത്തേ പറ്റുള്ളൂ കേട്ടോ. കാരണം അദ്ദേഹം ഈ ക്ലാസ്സിൻ്റെ ചാർജ് എടുക്കുമ്പോൾ ഇതാകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു. അതിന് മുമ്പ് ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. ആ അധ്യാപകൻ്റെ കാര്യമൊക്കെ നമ്മളിവിടെ കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല. എന്തായാലും ഗണേശൻ സാറിനെ നമുക്ക് ഇത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഇതുപോലെ ഈ സ്വകാര്യ ക്ലാസ് എടുത്ത് ട്യൂഷൻ ക്ലാസ്സൊക്കെ എടുത്ത് പരിചയമുണ്ടോ ഗണേശൻ സാറിന് എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും, കാരണം ഈ സ്വകാര്യ ബസ്സൊക്കെ ഓടിച്ച് പരിചയമുള്ളതാണോ, അദ്ദേഹം ബിസിനസ് നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പ്രേക്ഷകർക്കുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഒരു ബസ് എങ്ങനെ കൊണ്ടു നടത്തണം എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇന്ന് KSRTC തലയുയർത്തി നിൽക്കുന്നത്. എല്ലാ മാസവും 1-ാം തീയതി കൃത്യമായി അതിന് ജീവനക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നു. അവിടെയുള്ള ജീവനക്കാർക്കൊക്കെ ഹാപ്പിയാണ്. നല്ല ലാഭത്തിലാണ് അത്ര ഇപ്പോൾ ഈ KSRTC പ്രവർത്തിക്കുന്നതെന്നാണ് പുറമേക്ക് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും പക്ഷേ ചില ഹെഡ്മാഷന്മാരുണ്ട്, ഈ പുറമേ കൂടെ നടക്കും. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പുറമേ കൂടെ ഹെഡ്മാഷ് നടന്നിട്ട് ഈ മാഷന്മാരെങ്ങനെ ക്ലാസ് എടുക്കണമെന്ന് നോക്കും. അങ്ങനെ ആ ഹെഡ്മാഷ് പെട്ടെന്നൊരു വടിയെടുത്ത് ഈ ക്ലാസ് കയറിയിട്ട് ഈ അധ്യാപകനെ തിരുത്തുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ ഈ കാണാൻ പോണത്. ആ കാഴ്ചയും കൂടെ ഒന്ന് കണ്ടു നോക്കാം. പറഞ്ഞപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന സ്ഥലത്ത് ഈ KSRTC ബസ് ഓടാതിരിക്കുക അതൊരു നയമായിട്ട് പറയുന്ന പോലെ തോന്നി. അങ്ങനെ വന്നാൽ അത് വലിയ പ്രയാസങ്ങളുണ്ടാക്കും. അൺഹെൽത്തി കോമ്പറ്റീഷൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്, അത് ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇന്ന് കേരളത്തിൽ ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന റൂട്ടിലും KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. അവിടെ നിന്നെല്ലാം KSRTC ബസ്സുകൾ പിൻവലിക്കുക എന്നൊരു നയം നമ്മുടെ ഗവൺമെൻറ്റിന് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ആ തരത്തിലേക്ക് പോയാൽ അത് വിഷമായി മാറുന്നതുകൊണ്ടാണ് അത് വ്യക്തമാക്കുന്നത്. ഇതാണ് കേട്ടോ കാര്യപ്രാപ്തിയുള്ള ഒരു ഹെഡ്മാഷ് ഉണ്ടെങ്കിലുള്ള ഗുണം. കറക്റ്റ് സമയത്ത് ഇടപെട്ടു. ആ അധ്യാപകൻ തെറ്റായ രീതിയിലാണ് ക്ലാസ് എടുക്കണമെന്ന് കണ്ടപ്പോൾ ഉടനെ ക്ലാസ് കയറി അധ്യാപകനെ തിരുത്തി കൊടുത്തു. ആ അധ്യാപകൻ സത്യത്തിൽ പകച്ചു പോയിട്ടോ. പിന്നെ ഒരു ഉരുണ്ട് കളിയാണ് പിന്നീട് കാണുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ഉരുണ്ട് കളിച്ചത്, ആ കാഴ്ച കൂടി കണ്ടിട്ട് നമുക്ക് തൽക്കാലം ഇതിവിടെ വെറുതെ. നന്ദി, നമസ്കാരം. ഇത്തരം കാഴ്ചകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നന്ദി, നമസ്കാരം. ഇവിടുന്ന് എല്ലാ സ്ഥലത്തും മാറുന്ന പ്രശ്നമേ ഇല്ല. ഈ പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലത്തെല്ലാം നമ്മൾ വണ്ടി ഓടുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത്, തീരെ വണ്ടിയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ വണ്ടികൾ ഓടിച്ചപ്പോൾ കളക്ഷൻ കിട്ടി. ഇവരുമായി മത്സരിച്ച് ലോക്കൽ ബസ്സുകളൊക്കെ ഇങ്ങനെ മത്സരിക്കാൻ, ആ മത്സരത്തിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വന്നുകൊണ്ടാണ്. കാരണം അതിനകത്ത് എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കത്തില്ല. കാരണം പ്രൈവറ്റ് ബസ്സിൻ്റെ കുത്തകകൾ തകർത്തുകൊണ്ടാണ് KSRTC മുന്നേറുന്നത്. നമ്മൾ ബാംഗ്ലൂർ ബസ്സൊക്കെ പോകുന്ന ബസ്സുകളിൽ പ്രൈവറ്റ് ബസ്സിന് കിട്ടുന്നതിനേക്കാളും വലിയ കളക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ കോമ്പറ്റീഷനിൽ മുന്നിലുണ്ട്, നല്ല വണ്ടി വാങ്ങിച്ചതിൻ്റെ മുന്നിലുണ്ട്. ദീർഘദൂര സർവീസുകൾ മുഴുവൻ നമ്മുടെ കയ്യിലാണ്. ഈ ലോക്കൽ ബസ്സുകളിലാണ് പലപ്പോഴും പുതിയ വണ്ടി വാങ്ങിച്ചപ്പോൾ ചെറിയ ബസ്സുകൾ വാങ്ങിച്ചാൽ നമുക്ക് ഉൾപ്രദേശങ്ങളിലെല്ലാം
പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ട്രൈബൽ ഏരിയകളിലൊക്കെ നമുക്ക് ഓടിക്കാൻ കഴിയുന്നുണ്ട്. ഒരു കാരണവശാലും പ്രൈവറ്റ് ബസ്സിൻ്റെ അടുത്ത് മാറിക്കൊടുക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഹെഡ് മാഷ് കയറി ഷൈൻ ചെയ്യണ്ട എന്ന് തന്നെയാണ് നമ്മുടെ അധ്യാപകൻ പറഞ്ഞു വെക്കുന്നത്. ക്ലാസ് എടുക്കാൻ അറിയെങ്കിൽ നന്നായി റിസൾട്ട് ഉണ്ടാക്കാനും അറിയാം എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഭയപ്പെടേണ്ട രീതിയിലുള്ള ഒരു തരം മത്സരവും നടത്താൻ പോകുന്നില്ല. അല്ലെങ്കിൽ എല്ലാ സ്വകാര്യ ബസ്സുകളും ഓടുന്നിടത്തുനിന്ന് KSRTCയെ പിൻവലിക്കുമെന്ന ആശങ്കയൊന്നും നമ്മുടെ ഹെഡ് മാഷക്ക് വേണ്ട എന്നും കൂടെ ഭംഗ്യന്തരേണ അദ്ദേഹം പറഞ്ഞൊരു സമ്മർസാട്ട് നടത്തി. എങ്കിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ അസാമാന്യ ഒരു നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാമെന്ന് തന്നെയാണ് തോന്നുന്നത്.